ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ചന്ദ്രോദയത്തിലേക്ക് ഒരു ഗിഫ്റ്റ് പാക്കറ്റ്, അതായത് കൊറിയർ വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. എല്ലാവരും അത്ഭുതത്തോടു കൂടി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഒരു 4 ചാക്ക് കെട്ടി നിറയെ സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ഉണ്ടല്ലോ, അത് നാട്ടിൽ നിന്ന് അച്ഛമ്മ ഇവർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തതാണ്. അങ്ങനെ ചന്ദ്രമത പറയുന്നുണ്ട്, ഇത് അമ്മ അയച്ചതാണെങ്കിൽ സാധാരണയായിട്ട് 1 ചാക്കാണല്ലോ ഉണ്ടാവുക, ഇതിപ്പോൾ 4 ചാക്ക് ഉണ്ടല്ലോ എന്ന് പറയണേ. അപ്പോൾ രവി പറയുന്നുണ്ട്, അതെ, എൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ആളെണ്ണങ്ങൾ കൂടിയില്ലേ, അതുകൊണ്ടാ അമ്മ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനങ്ങളായതെന്ന് പറയുകയാണേ. എന്നാൽ നമ്മുടെ അച്ഛമ്മയുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടായ പച്ചക്കറികളും കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്നാൽ ചന്ദ്രമതിയാണെങ്കിൽ അതിനൊരു കുറ്റം കണ്ടെത്തുകയാണ് കേട്ടോ. 4 ചാക്ക് ഇങ്ങോട്ടുള്ളൂ, ഒരു 40 ചാക്ക് അവര് വിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാനേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ, പിന്നെ അതിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, അതിനൊക്കെ ക്യാഷ് വേണ്ടേന്ന് ചോദിക്കണേ. അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കണം, അത് സാധനങ്ങൾ കൊടുത്തിട്ട് പൈസ ഒരുപാട് കിട്ടുമല്ലോ, ആ പൈസ കുറച്ച് ഇങ്ങോട്ട് അയച്ചു തന്നാൽ പോരെ, അവർക്ക് ഇതിനു വേണ്ടി എന്ത് ചെലവാണ് അവിടെ ഉള്ളത്, ഒരാളല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ദേ ചന്ദ്രേ, ഈ വയസ്സാം കാലത്ത് ഇത്രയും അധ്വാനിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയാണ് എൻ്റെ അമ്മ, അത് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഹിതം ഇങ്ങോട്ട് തരുന്നതുമുണ്ട്. ചന്ദ്രേ, ഇന്നേ വരെ നീ എൻ്റെ അമ്മയ്ക്ക് 1 രൂപ കാശ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ, നിനക്ക് നാണം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ വിട്ടേക്കച്ഛ, ഇവര് ഇന്നൊന്നും പുതിയതായിട്ടൊന്നും പറയുന്നതല്ലല്ലോ, പിന്നെന്തിനാ അച്ഛൻ അതോർത്ത് ടെൻഷനാവുന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ആ ചാക്കിനകത്തുള്ള മാമ്പഴമൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട്, അച്ഛാ ഇതൊന്ന് നോക്കി, തനി നാട്ടുംപുറത്തെ മണം വരുന്നത് കണ്ടോ, ഒരു വിഷവും ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് സച്ചി അതിനകത്ത് നിന്ന് അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണേ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ ഇത് ഒരുപാടുണ്ടല്ലോ, നമ്മൾ ഒത്തിരി ദിവസം വെക്കാനും പറ്റില്ലല്ലോ, ഇതൊക്കെ അഴുക്കായി പോയില്ലെന്ന് ചോദിക്കാം. അപ്പോൾ രവി പറയുന്നുണ്ട്, എടാ അതിന് 1 ചാക്ക് നമുക്കെടുത്താൽ മതിയല്ലോ, ബാക്കിയുള്ളത് നമ്മുടെ അയൽവക്കക്കാർക്കും അറിയാവുന്നവർക്കും ഒക്കെ കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താ രവിയേട്ടാ നിങ്ങൾ ഈ പറയുന്നത്, നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ പൈസയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ബാക്കി സാധനങ്ങളും ഒക്കെ മേടിക്കത്തില്ലെന്ന് ചോദിക്കുകയാണേ. എന്നാ രവി പറയുന്നുണ്ട്, ചന്ദ്രൻ, എന്തായാലും അമ്മ ഇങ്ങോട്ട് ഇത്രയും സാധനം അയച്ചു തന്നത് ഒരിക്കലും അത് വിറ്റ് കാശാക്കാനല്ല, അത് ബാക്കിയുള്ള അർഹതപ്പെട്ടവരിലേക്ക് കൂടി എത്തട്ടെ, അപ്പോഴാണ് നമുക്കും കൂടി ഒരു സന്തോഷമാകുന്നേനെ. എന്നാ സച്ചി പറയുന്നുണ്ട്, അതേ അച്ഛാ, അച്ഛമ്മ അങ്ങനെ തന്നെയാണ്, എപ്പോഴാണെങ്കിലും വിളവെടുക്കുന്ന സമയത്ത് പകുതി കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ബന്ധുക്കൾക്കും അയൽവക്കക്കാർക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കാറാണ് പതിവന്നേ. ആ സമയം ഞാൻ അച്ഛമ്മയോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നതെന്ന്. എന്നാ അപ്പോൾ അച്ഛമ്മ പറഞ്ഞത്, എടാ സച്ചി, മണ്ണെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്, അപ്പോൾ മണ്ണിൽ നിന്ന് വിളയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ, അപ്പോൾ ഒരു വിഹിതം നമ്മുടെ ബന്ധുക്കൾക്കും അറിയാവുന്നവർക്കും ഒക്കെ കൊടുത്താലേ ബന്ധവും ഗുണവും നന്മയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, കേട്ടില്ലേ, എൻ്റെ അമ്മയുടെ മനസ്സും നിന്റെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഈ സമയം വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തെ, ഇതിനകത്തുനിന്ന് കുറച്ച് നമുക്കെടുക്കാം, എൻ്റെ അമ്മയ്ക്ക് മാമ്പഴം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണെന്ന്. ശ്രീകാന്തും പറയുന്നുണ്ട്, എനിക്കും കുറച്ച് കൂടുതൽ വേണം, എനിക്ക് സ്പെഷ്യലായിട്ട് 1-2 ഡിഷുകളൊക്കെ ഉണ്ടാക്കി നോക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവര് പറഞ്ഞത് കേട്ടപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമുക്കും 1 ചാക്ക് എടുത്തോ, എന്തിനാന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, സച്ചി പറയുന്നുണ്ട് കേട്ടോ, എന്തിനാടാ, നിനക്ക് പാർക്കിൽ പോയിരുന്ന് തിന്നാനാണോന്നേ. അപ്പോഴേക്ക് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എടാ ഞങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുവച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് 1 കിലോ മാമ്പഴം ഫ്രീ എന്നും പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് ഞങ്ങൾക്ക് ബിസിനസ് നടത്താമല്ലോന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും കൂട്ടത്തോടു കൂടി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ
എന്തിനാച്ചാ ഇത്രയും കാശ് മുടക്കി ഇവനെ ഇങ്ങനെ പഠിപ്പിച്ചത്? എന്താ 1 കിലോ മാമ്പഴത്തിന് വേണ്ടിയിട്ട് ഇവന്റെ കടയിൽ വന്നിട്ട് ടിവിയും ഫ്രിഡ്ജും ഒക്കെ മേടിക്കാൻ പോവാണോ? എടാ, നീ ഇത്രയും നാളായിട്ട് ഒരു ബിസിനസ് തന്ത്രം പോലും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി അങ്ങ് കളിയാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് മാമ്പഴം വേണം, എനിക്ക് മീരയ്ക്കും കുറച്ച് കൊടുക്കണം, എൻ്റെ ക്ലയൻസിനും കൊടുക്കാമല്ലോ എന്ന് പറയുകയാണെ. അപ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്, എന്തിനാ പാർലറേട്ടത്തി ഇനി ബ്യൂട്ടീഷ്യന് വരുന്നവർക്ക് 1 കിലോ മാമ്പഴം ഫ്രീ എന്നും പറഞ്ഞിട്ട് വിൽക്കാനാണോന്നേ? ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, രേവതി നിന്റെ ഭർത്താവിനോട് അടങ്ങിയിരുന്നോളാൻ പറ, മറ്റുള്ളവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേന്നേ. അപ്പോൾ രവി പറയുന്നുണ്ട്, രേവതി മോളും കുറച്ച് എടുത്തോളൂ, മോളുടെ വീട്ടിലും കൊടുക്കാമല്ലോ എന്നേ. ഇപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ അത് നിങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? പറയാതെ തന്നെ അവളൊരു ചാക്കങ്ങ് എടുത്തോണ്ട് പോകും അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട്. അവളുടെ അമ്മ അനിയത്തിയൊക്കെ പൂ കെട്ടുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കാവല്ലോ എന്നേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, ദേ അമ്മേ ആവശ്യമില്ലാത്ത പറയണ്ട, എന്തായാലും മാമ്പഴം തിന്നുകൊണ്ട് പൂ കെട്ടേണ്ട ഗതികേടൊന്നും എൻ്റെ വീട്ടുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഇത് കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് രേവതി പറയുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എൻ്റെ ഭാര്യ വീട്ടിലേക്ക് കൊടുക്കാനേ എനിക്ക് കുറച്ച് വേണം, പിന്നെ അച്ഛാ മഹേഷിനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും കൊടുക്കാനായിട്ട് എനിക്കും കുറച്ച് വേണമെന്നേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അതെ എനിക്കും വേണം, ഭാമയ്ക്കും പിന്നെ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസ് ഡാൻസുകൾ കളിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ മാമ്പഴമൊക്കെ കഴിച്ചാലേ അവർക്കൊരു എനർജി ഉണ്ടാവും, അവർക്കും കൊടുക്കാനാന്നും പറഞ്ഞിട്ട് ചന്ദ്ര കുറേ അങ്ങ് എടുക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അച്ഛാ അവർക്ക് കൂടുതൽ വേണമെങ്കിൽ എടുത്തോളാൻ പറ, എന്തിനാ ഇനി ആ കുട്ടികളുടെ തലയിൽ വെക്കുന്നതെന്നും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ്. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് കുറച്ച് വേണമെന്നേ. ഇപ്പോഴേക്ക് ചന്ദ്രമതിയുടെ ഭാവം അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അല്ല നീയല്ലേ പറഞ്ഞേ നിനക്കിപ്പോ വേണ്ടെന്ന്? സച്ചിയേട്ടാ എനിക്ക് ആദിക്ക് കുറച്ച് കൊടുക്കാനാണെന്ന് ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ ശരിയാ രേവതി, ആദിക്ക് ഇതെന്തായാലും ഭയങ്കര ഇഷ്ടമായിരിക്കും, അവൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് കുറേ ദിവസങ്ങളായില്ലേ, എന്തായാലും ഇന്ന് തന്നെ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് കുറച്ച് സ്ഥലത്ത് പൂ കൊടുക്കാനുണ്ട്, ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് ധൃതി വെച്ച് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുകയാണേ. ചന്ദ്രമതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആഹാ നീ അങ്ങനെ അങ്ങ് പോയാല് ഇവിടുത്തെ പണിയൊക്കെ ആരാ ചെയ്യുന്നേ? അമ്മ പേടിക്കണ്ട, ഞാനേ പണിയെല്ലാം ചെയ്തു വെച്ചിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം രേവതി പറയുന്നുണ്ട്, എല്ലാവർക്കും കഴിക്കാനുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവരും വാന്നും പറഞ്ഞിട്ട് എല്ലാവരും ഡൈനിങ് ഹാളിലേക്ക് അങ്ങ് ചെല്ലുകയാണേ. എന്നാൽ ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സച്ചിയും രേവതിയും ഇന്ന് അവിടേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അവർ ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ ഇതൊക്കെ അവരറിയുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇനി എന്താ ചെയ്യാന്നുള്ള ടെൻഷനിലാണ് ശ്രുതി നിൽക്കുന്നത്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഫോൺ എടുക്കുന്നുണ്ട്, മോനെ എന്തൊക്കെയുണ്ട് വിശേഷം, അമ്മമ്മ സുഖമായിട്ട് ഇരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുകയാണേ. ആ സുഖമാണമ്മേ, അമ്മമ്മ പറയുന്നതെല്ലാം അനുസരിച്ച് മോം മിടുക്കനായിട്ട് ഇരിക്കണമെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ആ ശരിയമ്മേ, അമ്മ എപ്പോഴാണ് വരിക എന്ന് ആദ്യം ചോദിക്കുന്നുണ്ടേ. അമ്മ ഉടനെ തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിമലാമ്മയുടെ കൊടുക്കുകയാണേ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇപ്പം എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, എല്ലാം സുഖമായി വരുന്നു. ആ നേഴ്സ് ഇപ്പോൾ വരാറില്ലേന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ആ അവളെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഏക ഒരു ആശ്വാസം. അതിനുശേഷമായിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ സച്ചിയും രേവതിയും കൂടി ഇന്നങ്ങോട്ട് വരുന്നെന്നാണ് പറഞ്ഞത്. അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അത് അച്ചമ്മയാണെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് മാമ്പഴവും കടലയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് ആദിക്ക് കൊടുക്കാനെന്നും പറഞ്ഞാ വരുന്നത്. അപ്പോൾ അമ്മ അവരെ ആദിയെ കാണാതെ നോക്കണമെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് വിമലാമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താ? അത് സച്ചിയും രേവതിയും ആദിയെ ദത്തെടുക്കാനുള്ള പ്ലാനിലാണ്, ഒരിക്കലും അത് സമ്മതിക്കില്ലല്ലോ, അവര് ആദിയെ കാണാതെ അവനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് പറയാനേ. വിമലാമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ? അതെ അടുത്തുള്ള വീട്ടിലോ എവിടെയെങ്കിലും കുറച്ചു നേരത്തേക്കിന് അവനെ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ അവര് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും?
അതെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും വീട്ടിൽ പോയേക്കുവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുന്നുണ്ട്. ദേ അമ്മേ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. പിന്നെയും എൻ്റെ നന്മയ്ക്കാണെന്ന് കരുതി അവരുടെ ആണെന്ന് പറഞ്ഞിട്ട് അവരോട് ഓരോരോ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു കൂവിയേക്കല്ലെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ വിമലാമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമമൊക്കെ ആവുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് ആണെങ്കിൽ മാമ്പഴം ഒക്കെ ഉപയോഗിച്ചിട്ട് സ്പെഷ്യലായിട്ട് ഓരോ ഡിഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ മാമ്പഴം കൊണ്ട് ജാമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വർഷയും രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തെ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കെമിക്കലില്ലാത്ത ഭക്ഷണങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. എന്തായാലും ഇത് എനിക്കും കുറച്ച് വേണം, ആദിക്ക് കൊടുക്കാനാണെന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തെ നമുക്കിത് ബിസിനസ് ആക്കിയാലോ? ഇത് കടയിൽ കൊണ്ടുപോയി കൊടുത്താലേ നല്ല ലാഭം ഉണ്ടാവും എന്ന് പറയണേ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, അതെ ശ്രീകാന്തെ അത് നല്ലൊരു ഐഡിയ ആണ്. എന്നാൽ ശ്രീകാന്ത് പറയുന്നത്, അതെ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഫോറിൻ ചോക്ലേറ്റൊക്കെ മതി. നമ്മുടെ നാടൻ പലഹാരങ്ങളും ഇതൊക്കെ ആരാ ഇപ്പം കഴിക്കാന്നേ എന്ന് വർഷ പറയുന്നുണ്ട്. അത് ശ്രീകാന്തെ അവര് 10 രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നതേ ഇപ്പോൾ വിഷു ഇല്ലാത്തത് നമുക്ക് 500 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. വർഷയാണെങ്കിൽ രേവതിയുടെ തോളിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻ്റൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച് തീരുമാനിക്കാമെന്നേ. അങ്ങനെ ശ്രീകാന്ത് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇത് മുഴുവൻ ആദിക്ക് കൊണ്ട് കൊടുത്തേരുന്നേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അതെ മുഴുവനൊന്നും വേണ്ട, കുറച്ചു മതി. അല്ല അവനൊരു കൊച്ചു കുട്ടിയല്ലേ, അവന് കുറേശ്ശെയായിട്ടിരുന്ന് കഴിച്ചോളുമല്ലോ. എന്തായാലും അവന് കൊടുത്തേക്കെന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അത് മുഴുവനായിട്ട് രേവതിക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണേ. ഈ സമയമാണ് ശ്രീകാന്തയെന്ന് വിളിച്ചിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതിയെ കാണുന്നതും വർഷയും രേവതിയും 2 ദിക്കിലേക്ക് പെട്ടെന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് വർഷ അങ്ങ് പറയുന്നുണ്ട്, ദേ ശ്രീകാന്തെ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇവർക്കൊരു ശകലം ടേസ്റ്റ് നോക്കാൻ കൊടുത്തെന്നും പറഞ്ഞിട്ട് മുഴുവൻ അങ്ങ് വേണമെന്നോ? അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ, അവർക്ക് അങ്ങനെ ഇപ്പോൾ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുവാണ് കേട്ടോ. എന്നാൽ രേവതിയും തിരിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടേത് വേണ്ട, ഇത് അച്ചമ്മ കൊണ്ടുവന്ന മാമ്പഴമാണ്, അതിൽ നിന്ന് എനിക്ക് കുറച്ച് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം മാറി നിന്നിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. ചന്ദ്രമതിയാണെങ്കിൽ രേവതിയുടെ നേരെ വന്നിട്ട് പറയുന്നുണ്ട്, എന്താടി നീ എന്തിനാ ഇവരുടെ നേരെ ഒച്ചയിടുന്നത്? ദേ അമ്മേ ഇവരോട് വായും വെച്ച് അടങ്ങിയിരുന്നോളാൻ പറയാമെന്ന് രേവതി പറയുമ്പോൾ, അതെ നീ എന്ന് വെച്ചാൽ ആരാ, രാജകുമാരിയോ? മര്യാദയ്ക്ക് പോയി അടുക്കളയിൽ എന്തെങ്കിലും ജോലി നോക്കടിയെന്നും പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ രേവതി പോയി കഴിയുമ്പോൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എന്തായാലും ശ്രീകാന്തെ നീ എന്താ ഉണ്ടാക്കുന്നേ? ദേ അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമുക്കൊരു കച്ചവടമാക്കിയാലോന്നേ. അത് തന്നെ ആൻറ്റി ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവർക്ക് വേണമെന്നും പറഞ്ഞ് രേവതി ചേച്ചി വന്നതെന്നേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും അവക്കേ ഒന്നും കൊടുക്കണ്ട, അവൾക്ക് കൊടുത്താൽ അവൾ വലിയ ദാനധർമ്മത്തിനായിട്ട് അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഭാമയെ കാണാൻ വേണ്ടി പോവുക, കുറച്ച് അവൾക്കും കൂടി കൊടുക്കാം, ഒരു പാത്രത്തിലാക്കിയേരെന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, വർഷേ നീ ഇപ്പോഴാണ് യഥാർത്ഥത്തിലൊരു പെൺകുട്ടിയായത്. എന്തായാലും ഇങ്ങനെയുള്ളവളുമാരെയൊക്കെ നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തണം, അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ പാത്രം ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോകുന്നുണ്ട്. ചന്ദ്രമതി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും രേവതി ഓടി വന്നിട്ട് വർഷേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. വർഷേ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? ഇല്ല രേവതി ചേച്ചി, ഞാനാ കുറച്ച് കൂടിപ്പോയത്, എന്നോട് ക്ഷമിക്കണേന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുന്നുണ്ടേ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീകാന്തിനൊരു ടെൻഷനുണ്ട് കേട്ടോ. ശ്രീകാന്ത് ഓടിപ്പോയിട്ട് ചന്ദ്രമതി അങ്ങ് പോയോന്ന് പോയി നോക്കുന്നുണ്ട്. പോയിട്ട് വന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും 2 പേരെ സമ്മതിച്ചിരിക്കുന്നു, 2 പേർക്കും നല്ല ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഈ വർഷം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവരെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, അതെ
നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിലേ ഞാൻ എൻ്റെ തനി സ്വരൂപം കാണിച്ചേനെ. ഇവരിങ്ങനെ കാണിക്കുന്ന സ്വഭാവത്തിനെ ഒരു ചട്ടം പൊള്ളിച്ച് ഞാൻ അവരുടെ മുഖത്ത് വെച്ച് കൊടുത്തേനെന്ന് പറയണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ അതെൻ്റെ അമ്മയാണ്. അതെ, എൻ്റെ അമ്മയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ അങ്ങനെ തന്നെ ചെയ്താലേ ഇവരൊക്കെ നല്ല രീതിയിലേക്കാവുമെന്ന് ഇങ്ങനെ വർഷം മറുപടി കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതിയും സച്ചിയും കൂടിയിട്ട് നമ്മുടെ ആദിയെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം വിമലാമ്മയാണെങ്കിൽ ഇങ്ങനെ നല്ല ക്ഷീണത്തിൽ കിടക്കുകയാണല്ലോ. അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ സുഖമില്ലാതെ കിടക്കുകയാണെന്നേ. അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചിയും രേവതിയും ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി പറ്റിയെന്നേ. ഏയ് ഒന്നുമില്ല, ചെറിയൊരു ക്ഷീണം അത്രയേ ഉള്ളൂന്നേ. എന്നാൽ വിമലാമ്മേനെ നോക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, അവര് അവിടെ തന്നെ നിൽപ്പുണ്ട്. അവര് പറയുന്നുണ്ട്, അതെ ഇപ്പോൾ ഇവർക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് BP ഭയങ്കര ഹൈ ആണ്. കഴിഞ്ഞ ദിവസം തല കറങ്ങി വീണിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു മൈൽഡ് അറ്റാക്ക് കൂടി വന്നു എന്നേ. അത് കേൾക്കുമ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര അങ്ങോട്ടങ്ങ് വിഷമമാവുന്നുണ്ട്. അയ്യോ എന്താ ആൻറ്റി എന്നിട്ട് എന്താ ഞങ്ങളെ ഒന്ന് അറിയിക്കാതിരുന്നേ? ഞങ്ങൾ ആൻറ്റിയുടെ അടുത്തേക്ക് ഓടി വരില്ലായിരുന്നോന്ന് രേവതി ചോദിക്കുന്നുണ്ട്. എന്നാൽ സിസ്റ്റർ പറയുന്നുണ്ട്, അയ്യോ ഒരുപാട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല, പിന്നെ തലകറക്കമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരാൾ കൂടെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാനായിട്ട് വരുന്നതെന്ന് ആ സിസ്റ്ററും പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നോന്നേ. എന്നാൽ വിമലാമ്മ പറയുന്നുണ്ട്, അതെ അത്രയ്ക്കൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചേനല്ലോന്നേ. ആദ്യം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്താണ്, ആദ്യം ഇവിടെ ഇല്ല, ഇവിടെ അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ്, എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവനെ അവിടെ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ്. അവനിപ്പോൾ അവിടെ നിന്നിട്ടാണ് സ്കൂളിലൊക്കെ പോകുന്നതെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇത്രയും സുഖമില്ലാതിരുന്നിട്ട് നിങ്ങളുടെ മകള് ഇങ്ങോട്ടേക്ക് വന്നില്ലേ? എന്തിനാണ് നിങ്ങൾ ആ ബന്ധു വീട്ടിലൊക്കെ ആദ്യം കൊണ്ടുപോയി ഇങ്ങനെ നിർത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ നേഴ്സാണെങ്കിൽ ഇങ്ങനെ വിമലാമ്മയെ നോക്കുന്നുണ്ട്. കാരണം ഇത്രയും നേരം ആദ്യം അവിടെ ഉണ്ടായിരുന്നല്ലോ. സച്ചിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണ് പെട്ടെന്ന് തന്നെ ആദ്യം അവിടെ നിന്ന് മാറ്റിയത് പോലും. അതിനുശേഷമായിട്ട് രേവതി പറയുന്നുണ്ട്, ആൻറ്റി ഇത്രയും സുഖമില്ലാതിരുന്നിട്ട് ആൻറ്റിയുടെ മോളെ ആൻറ്റി അറിയിച്ചില്ലേ? വന്നിരുന്നു, അവളാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കിയത്, ഈ നേഴ്സിനെ അറേഞ്ച് ചെയ്ത് നിർത്തിയതും അവളാണ് എന്ന് പറയാനേ. അപ്പോഴേക്കും ആ സിസ്റ്റർ പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് പോകാൻ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി, ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ആ സിസ്റ്റർ അവിടെ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തായാലും ആൻറ്റി ഇത്രയും സുഖമില്ലാതായിട്ട് നിങ്ങളുടെ മകള് ഇവിടെയൊന്നും വന്ന് നിന്നില്ലല്ലോ. ആദ്യം മറ്റൊരു വീട്ടിൽ ആൻറ്റിക്ക് നോക്കാൻ വയ്യാഞ്ഞിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റിക്ക് അത്രയും സുഖമില്ലാഞ്ഞിട്ടാണ്. എന്നിട്ട് പോലും മനസാക്ഷിയില്ലാത്ത മകളാണ് നിങ്ങളേത്. എന്തായാലും ആൻറ്റി ഒന്ന് ഉറപ്പിച്ചോ, ഈ അവസ്ഥയിലും നിങ്ങളെ വന്ന് നോക്കാൻ മനസ്സില്ലാത്ത മകളാണെങ്കിൽ അവൾ ഇനി ഈ ഏരിയയിലേക്ക് പോലും വരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതിയും പറയുന്നുണ്ട്, അത് തന്നെ, എന്തായാലും അവളൊക്കെ ഒരു പെൺകുട്ടിയാണോ അമ്മയും മോനെയും ഇത്രയും വയ്യാതായിട്ട് ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി നിൽക്കാൻ? എന്തായാലും ആൻറ്റി നിങ്ങൾ എത്ര ന്യായീകരിച്ചാലും ഇതൊന്നും ശരിയല്ല. അവളുടെ നമ്പർ ഇങ്ങോട്ടാ, ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് രേവതിയാണെങ്കിൽ നമ്പർ ചോദിക്കുന്നുണ്ട്. സച്ചിൻ രേവതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാനില്ലാതെ വിമലാമ്മ പെട്ടെന്ന് ഇങ്ങനെ ചുമ വന്നതുപോലെ കാണിക്കുന്നുണ്ട്. രേവതി പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും വിമലാമ്മ പിന്നീടായിട്ട് ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. രേവതി അതുകൂടെ കാണുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ആൻറ്റി എന്തായാലും ഈ അവസ്ഥയിൽ ആൻറ്റി ഇട്ടിട്ട് പോയാൽ അത് ശരിയാവില്ല, നമ്പർ ഇങ്ങോട്ടാ, ഞാൻ അവളെ വിളിച്ച് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരുത്താന്നേ. എന്നാൽ വിമലാമ്മ പറയുന്നുണ്ട്, അല്ല അവൾ ഉടനെ തന്നെ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും അത് വിശ്വാസമില്ല ആൻറ്റി, വെറുതെ ആൻറ്റീനെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ രേവതിയെ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ ആദിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് വിമലാമ്മയോട് പറയട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ആക്ഷൻ കാണിക്കുന്നത്. അപ്പോഴേക്ക് രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് രേവതി പറയുന്നുണ്ട്, ആൻറ്റി എന്തായാലും ആദിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോട് കൂടി ഉണ്ടാകുമോന്ന് പോലും അറിയില്ല.
അവനും ഞങ്ങളും തമ്മിൽ പഴയ പണ്ട് തൊട്ടേ എന്തോ ഒരു ബന്ധം ഉള്ളതുപോലെ. ആൻറ്റി, എന്തായാലും നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ കാര്യം പറയണമെന്ന് ഓർത്തിരുന്ന, എന്നാൽ ഇതിപ്പോൾ കറക്റ്റ് സമയമാണെന്ന് തോന്നുന്നു. ആദിനെ ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങളുടെ മകനായിട്ട് കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിക്കോളാം എന്നും കരുതി ആൻറ്റീനെ ഇങ്ങനെ തനിയെ ഇവിടെ ആക്കിയിട്ട് പോകത്തൊന്നുമില്ല. ആൻറ്റീനെ ഞങ്ങളുടെ അച്ഛമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛമ്മ ആൻറ്റീനെ പൊന്നുപോലെ നോക്കിക്കോളും. എന്താ ആൻറ്റി, സമ്മതമല്ലേന്ന് ചോദിക്കുകയാണേ. ഇവർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും വിമല അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണേ. അത് നിങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയുക? വിമലാമ്മ പിന്നെ ഇങ്ങനെ ചിന്തിച്ചൊന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ആൻറ്റി വിചാരിക്കുന്നത് പോലെ ആദിയോട് ഞങ്ങൾക്ക് സിമ്പതിയൊന്നും ഉണ്ടായിട്ടല്ല. ആദിയെ അന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഇടയിൽ അവനും എന്തോ ഒരു ബന്ധമുള്ളതുപോലെയാണ് തോന്നിയത്. പിന്നെ എനിക്കാണെങ്കിൽ ആദിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ അപ്പോൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ആൻറ്റി ദേ ഞങ്ങളെ ഇപ്പോൾ ആദി ഭയങ്കര സ്നേഹത്തോടു കൂടി അങ്കിള് ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അവനെ കൊണ്ട് ഞങ്ങൾ അച്ഛ അമ്മയെന്ന് വിളിച്ച് ഞങ്ങളുടെ മകനായിട്ട് വളർത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ രേവതി ഉണ്ടല്ലോ, രേവതിയുടെ അനിയനെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അവിടെ പഠിപ്പ് പോലും വേണ്ടെന്ന് വെച്ച് വളർത്തി വലുതാക്കിയതാണ്. അപ്പോൾ അവൾക്ക് ആ ഒരു നന്മ മനസ്സുണ്ട്. ആദ്യം അവൻ പൊന്നുപോലെ നോക്കിക്കോളൂ എന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതിയും പറയുന്നുണ്ട്, ആൻറ്റി വിഷമിക്കണ്ട. സച്ചിയേട്ടനാണെങ്കിലും അമ്മ ഇല്ലാതെ വളർന്നതുകൊണ്ട്, സച്ചിയേട്ടൻ അമ്മയുടെ സ്നേഹം അറിയാതെ വളർന്നതുകൊണ്ട് ആ വിഷമവും എല്ലാം സച്ചിയേട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സച്ചിയേട്ടൻ ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും കൊടുക്കും. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ ആദിക്ക് നല്ലൊരു അച്ഛനും ആയിരിക്കുമെന്നിങ്ങനെ രണ്ടുപേരും മത്സരിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്തു മറുപടി പറയാൻ അറിയാതിങ്ങനെ വിമല അമ്മയും ഇരിക്കുകയാണ്. സച്ചി വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റിയുടെ മകളെ ഓർത്തിട്ടാണോ? അവളുടെ പൈസ വരുമെന്നുള്ളതല്ലാതെ നിങ്ങളോട് ഒരു സ്നേഹവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ പൈസ കിട്ടിയതുകൊണ്ട് ആദിക്ക് അവൻ്റെ അച്ഛനും അമ്മയുടെ സ്നേഹം കിട്ടിയില്ലല്ലോ. അത് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയും. പിന്നെ ആൻറ്റി ആണെങ്കിൽ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിന്നാൽ എപ്പോൾ വേണമെങ്കിലും ആദിനെ വന്ന് കാണുകയും ചെയ്യാം. അച്ഛമ്മയാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ നോക്കിക്കോളും. അച്ഛമ്മയ്ക്ക് ഒരു കൂട്ടാവുമെന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്താ ആൻറ്റി, സമ്മതമല്ലേന്ന് ചോദിക്കുകയാണേ. വിമലാമ്മ ഇങ്ങനെ അത് ഞാനൊന്ന് ആലോചിച്ചിട്ടെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇതിനൊക്കെ എന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നത്? എന്തായാലും ആൻറ്റി നല്ലൊരു മറുപടി പറയുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുണ്ടാവുമല്ലോ, ആലോചിച്ചിട്ട് മറുപടി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങാൻ തുടങ്ങുകയാണേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി നല്ല ആലോചിച്ച് നല്ലൊരു മറുപടി പറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതെല്ലാം ആദിക്ക് കൊടുക്കണം, അവൻ നന്നായിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അവർ പോയി കഴിയുന്ന ഉടനെ വിമലാമ്മയാണെങ്കിൽ ശ്രുതിയെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പോയ ഉടനെ തന്നെ വിമലാമ്മ കോൾ ചെയ്യുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂമിലേക്ക് കയറി കതകടച്ചിട്ട് വിളിക്കുകയാണ് കേട്ടോ. എന്താമ്മേ അവർ വന്നോന്ന് ചോദിക്കുന്നുണ്ട്. അവരിപ്പോൾ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ കല്യാണിന്ന്. അവരെന്താ പറഞ്ഞേ? അവരാദ്യേ കണ്ടോന്ന് ചോദിക്കുകയാണേ. ഇല്ല, നീ പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ അവനെ ആക്കി. അവര് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് വിമലാമ്മ പറയുന്നുണ്ട്, അതെ അവരെന്തു പറഞ്ഞെന്നതിനേക്കാളും അവർ പറഞ്ഞതിനകത്തെ സത്യസന്ധത ഞാൻ മനസ്സിലാക്കി. ആദിയോട് അവർക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് വിമലാമ്മ പറയാണേ. അപ്പോഴേക്ക് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദിയോട് സ്നേഹം ഇല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ദേ കല്യാണി, നിനക്ക് സ്നേഹം ഇല്ലെന്ന് പറഞ്ഞില്ല. ഈ സ്നേഹം നിനക്ക് എന്ന് തൊട്ട് അവനോട് തുടങ്ങിയത്? ഈ അടുത്ത കാലത്തല്ലേ നീ അവനോട് അമ്മയാണെന്ന് പോലും പറഞ്ഞത്. അതുവരെ നീ ആൻറ്റിയാണെന്നല്ലേ പറഞ്ഞു വെച്ചിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇത്രയധികം തോന്നണമെങ്കിൽ അവരെന്തോ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോന്നേ. പറഞ്ഞു കല്യാണി, അവര് ആദ്യം ദത്തെടുക്കുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്തെങ്കിലും ഒരു സാഹചര്യം ഒത്താൽ ഇതും പറഞ്ഞ് അവരവിടെ വരുമെന്ന്. അമ്മേ, ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരെ രണ്ട് ചീത്ത വിളിച്ച് അവിടെ നിന്ന് അങ്ങ് ഇറക്കി വിടത്തില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണേ.
എന്നാൽ വിമലാമ്മ പറയുന്നുണ്ട്, ഞാനെന്തിനാ അവരെ ചീത്ത വിളിച്ച് ഇറക്കി വിടുന്നത്? ഞാനവരെ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അവര് പറഞ്ഞത് ന്യായമായിട്ടുള്ള കാര്യമല്ലെന്ന് ചോദിക്കുകയാണേ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എന്ത് ന്യായമായിട്ടുള്ള കാര്യമാണെന്ന്? എൻ്റെ മകനെ അവര് ദത്തെടുക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണോ? ഓ, അപ്പോൾ കല്യാണി, നിനക്ക് എന്നാ നിന്റെ മകനെന്നുള്ള ചിന്തയൊക്കെ വന്നു തുടങ്ങിയത്? നീ ഇതുവരെ അവന് ഒരു കടമ എന്നുള്ള പേരിൽ വന്ന് കണ്ടുപോവാന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാൽ സച്ചിയും രേവതിയും അങ്ങനെയല്ലെന്ന് വിമലാമ്മ പറയുന്നുണ്ട്. ഓ, അവര് പിന്നെ എന്താണാവോ പ്രത്യേകമായിട്ട് അങ്ങ് ചെയ്തതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. എന്നാൽ വിമലാമ്മ പറയുന്നുണ്ട്, അതെ, അവര് പറഞ്ഞത് സത്യസന്ധമായിട്ടും മനസ്സിന്റെ ഉള്ളിൽ നിന്നുമാണെന്നുള്ളത് എനിക്ക് ബോധ്യമായി. കാരണം അവര് ആദ്യം നിന്നെ കയ്യിലധികം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ആദ്യയുടെ ഭാവിയെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തയും വാശങ്കയും ഉണ്ട്. പിന്നെ അവര് പറഞ്ഞ ഒറ്റ വാക്കുണ്ടല്ലോ, ആ ഒരു വാക്ക് അത് കേട്ടിരുന്നു പോകുന്നേ. ഇപ്പോഴേക്ക് ശ്രുതി വയ്ക്കുന്നുണ്ട്, ഓ, എന്താണാവോ അതിനു വേണ്ടി അവരങ്ങ് ഡയലോഗ് പറഞ്ഞത്? അതെ, അവർക്കിനി ഒരു കുഞ്ഞുണ്ടായാൽ പോലും ആദ്യം അവരുടെ മൂത്ത മകനായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ചിന്തയും കരുതലും ഉള്ളവരെ എവിടെ നിന്ന് കിട്ടും എന്നിങ്ങനെ പറയാണ്. ഇപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അതെ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മയുടെ മനസ്സ് അവർ മാറ്റിയെടുക്കുമെന്ന്. എന്നാൽ വിമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും അവർക്കങ്ങനെ കള്ളത്തരങ്ങൾ പറയാനോ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് പറയാനൊന്നും അറിയില്ല. അവരുടെ മനസ്സിൽ എന്താണ് തോന്നിയത് അതാണ് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും അവർ പറഞ്ഞത് ആദ്യയോട് അവർക്ക് ഉള്ളിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് തന്നെയാണെന്നേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ആ അമ്മയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടാൽ തോന്നും അമ്മ ഇപ്പൊ തന്നെ ആദീനെ അവർക്കങ്ങ് കൊടുക്കുമെന്ന്. അപ്പോഴേക്ക് വിമലാമ്മ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കൂടെ ആദി ജീവിച്ചാൽ ആദി സന്തോഷമായിട്ട് അവൻ്റെ ജീവിതം ഭാവിയും നല്ല രീതിയിൽ തന്നെ ആവും എന്ന് പറയാനേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ അമ്മ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആദി എൻ്റെ മകനാ, അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ വിമലാമ്മയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിർത്തടി, നീ എന്താ പറഞ്ഞത്? പെറ്റിട്ട് തന്നെന്നല്ലാതെ നീ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അവന് ഭക്ഷണം കൊടുത്ത് താരാട്ട് പാടി ഉറക്കി അവൻ്റെ ഇത്രയും നാൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഞാനാണ്. എന്നിട്ട് അവൻ്റെ മേലിൽ എനിക്ക് അധികാരമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണേ. വിമലാമ്മ ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്രുതി ആകെ അങ്ങ് പെട്ടുപോകുന്നുണ്ട്. അമ്മ എന്തിനാ ഇപ്പൊ ദേഷ്യപ്പെടുന്നത്? ദേ കല്യാണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ നാട്ടുകാർ പോലും ആദി നിന്റെ മകനാണെന്ന് അറിയുള്ളൂ. എന്നിട്ട് നീ എനിക്ക് അധികാരമില്ലെന്ന് പറയുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അമ്മ ഇപ്പം എന്തിനിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? ഞാൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, സച്ചിയുടെയും രേവതിയുടെയും കൂടെ അവൻ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ദേ അമ്മ പറഞ്ഞതിനകത്തുനിന്ന് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയ്ക്കിപ്പോൾ ആദ്യം ഒരു ഭാരമാണല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ അമ്മ ഇപ്പോൾ അവരുടെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കാൻ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. വിമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണി നീ പറയുന്നതെന്ന്? അതെ അമ്മേ, ഇപ്പം എനിക്ക് എല്ലാം മനസ്സിലായി. ഒരിക്കൽ ഞാനായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ ബാധ്യതയായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഏതോ ഒരുത്തനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാനിന്ന് അനുഭവിക്കുന്നത് മുഴുവൻ. എന്നിട്ടിപ്പോൾ ആദ്യം അമ്മയ്ക്ക് ഒരു ഭാരമായല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കരയാട്ടോ. അപ്പോഴേക്കും വിമലാമ്മ പറയുന്നുണ്ട്, കല്യാണി, നീ ഈ കാര്യം പറഞ്ഞിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാക്കല ചെയ്യുന്നത്? പിന്നല്ലാതെ ഞാൻ എന്തു പറയാനാ? എന്നാൽ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ഇതിനകത്ത് ഇനി വേറൊരു ചർച്ചയും കാര്യങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ വിമലാമ്മ പറയുന്നുണ്ട്, ഞാനിതെല്ലാം ആദിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. ആദിയുടെ നന്മയെക്കുറിച്ച് അമ്മ ആശങ്കപ്പെടേണ്ട. അവൻ്റെ അമ്മയെ ഞാൻ അതിനെക്കുറിച്ച് എല്ലാം ചെയ്തോളാന്ന് പറയുന്നുണ്ടേ. നീ ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും ഞാനൊന്നും ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് വിമലാമ്മ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ, എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം. അത് ഞാൻ ചെയ്തോളാം. പിന്നെ ഇനി ഒരു തവണ കൂടി ആദ്യം അന്വേഷിച്ചിട്ട് അവർ വന്നാൽ അവരെ അവിടെ നിന്ന് ആട്ടി ഇറക്കിക്കോണം. അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട്
ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്ക് വിമലാമ്മ വീണ്ടും പറയുന്നുണ്ട്, കല്യാണി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യമേ അവര് ദത്തെടുത്ത് വളർത്തിയാലും അവൻ നിന്റെ കൂടെ ആ വീട്ടിൽ തന്നെയല്ലേ വളരാൻ പോകുന്നത്. അമ്മ എന്ത് മണ്ടത്തരങ്ങളൊക്കെയായി വിളിച്ചു പറയുന്നത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെന്നെ അമ്മ എന്നെങ്ങാനും വിളിച്ചാൽ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ജീവിതമെല്ലാം വെറുതെ ആകില്ലേ എന്ന് ചോദിക്കാനേ. കല്യാണി നീ ഇപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആദ്യയെക്കുറിച്ച് കൂടി ചിന്തിക്ക്. അവര് പറഞ്ഞതിനകത്ത് എന്താ തെറ്റുള്ളതെന്ന് വീണ്ടും വിമലാമ്മ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അമ്മ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം അമ്മ കാണും. ഇത്രയും നാൾ കണ്ട കല്യാണി ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഫോൺ ദേഷ്യപ്പെട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം ആദ്യ കാണാൻ പോയിട്ട് വന്ന് സച്ചിയും രേവതിയും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവർ മുഖമൊക്കെ വല്ലാതിരിക്കുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താടാ നിങ്ങൾക്ക് പോയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടായിരുന്നല്ലോ, ആ സന്തോഷം തിരിച്ചു വന്നപ്പോൾ ഇല്ലായിരുന്നല്ലോ, എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണേ. അങ്ങനെ സച്ചി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ അമ്മയ്ക്ക് തീരെ സുഖമില്ല, ആദ്യം മറ്റൊരു ബന്ധുവീട്ടിലാണെന്നൊക്കെ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അവർക്ക് ഇത്രയും സുഖമില്ലാഞ്ഞിട്ടും അവരുടെ മകള് വന്നില്ലേ? ഇല്ല അച്ഛാ, ഇനി എന്തോ അവൾക്ക് അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണ്. ഈ അവസ്ഥയിൽ പോലും അവള് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവള് മറ്റെന്തോ രീതിയിൽ ജീവിക്കുന്നവളാണ്. എന്തായാലും അവള് പണം മാത്രം കൊടുത്താൽ അവര് മുമ്പോട്ട് ജീവിക്കില്ലല്ലോ. ഇത്രയും പ്രായമായിട്ട് ആ അമ്മ ആ മകനെ നോക്കുന്നെന്ന് പോലും ഒരു മനസാക്ഷി ഇല്ലാതെയാണ് അവള് ജീവിക്കുന്നതെന്നൊക്കെ പറയാനേ. അപ്പോഴേക്ക് രവി വയ്ക്കുന്നുണ്ട്, നിനക്ക് അവരുടെ നമ്പർ മേടിച്ചിട്ട് ആ പെൺകുട്ടിയോടൊന്നും സംസാരിക്കത്തില്ലായിരുന്നോന്നേ? ഇല്ല അച്ഛാ, അവരെ അമ്മയോട് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ്, അമ്മ തന്നില്ല. അവർക്കും മനസ്സിലായി കാണും ആ മോളുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം ശ്രുതി ഇങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. കാരണം അവരുടെ പ്ലാനുകൾ അറിഞ്ഞെങ്കിലും മാത്രമേ അതിൽ നിന്ന് അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് കഴിയുള്ളല്ലോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവരുടെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, അപ്പോൾ അതറിയാതെ നമ്മൾ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ എന്നേ. സച്ചി പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ എന്ത് സാഹചര്യമാണ് രേവതി? എന്തായാലും സ്വന്തം മകനെയും അമ്മയും ഈ അവസ്ഥയിലാക്കിയിട്ട് അവൾ എത്ര സമ്പാദിച്ചിട്ട് എന്താ, പോകുമ്പോൾ ഇതൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ സച്ചിൻ പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പുറത്തു പോയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോഴേക്കും ഇവര് ചന്ദ്രമതി ഈ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി സച്ചിയാണെങ്കിൽ വിഷയം മാറ്റിയിട്ട്, അച്ഛൻ പറഞ്ഞ സാധനം ഇതുവരെ വന്നില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എടാ ഞാൻ ചോദിക്കുന്നത് എന്താ, നീ പറയുന്നത് എന്താണെന്ന്. അത് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് കാണിക്കുമ്പോൾ ചന്ദ്രമതിയെ രവിയും കാണുന്നുണ്ട് കേട്ടോ. അതെ, അത് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒപ്പം രവിയും കൂടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തിലാണ് വരുന്നത്. രേവതി പെട്ടെന്ന് തന്നെ ഈ മീൻ വെട്ടി കറി വെക്കണം, എനിക്ക് നല്ല തലവേദന, ഒരു ചായയും എടുക്കെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് റൂമിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. ചന്ദ്രമതി പോയി കഴിയുമ്പോഴേക്കും സച്ചി ഇരിക്കുന്നത്, ഓ അച്ഛാ ഇപ്പൊ മനസ്സിലായില്ലേ? പറയടാ ബാക്കി എന്തായെന്ന് ചോദിക്കുകയാണേ. ഞങ്ങള് ആദ്യം ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആ ആൻറ്റിയോട് സംസാരിച്ചിരുന്നു. അവര് ഒന്ന് ആലോചിച്ച് മറുപടി പറയാന്നാ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ രവിയും പറയുന്നുണ്ട്, എന്തായാലും അത് നന്നായിടാ, ആ കുട്ടിയുടെ ഭാവിയെങ്കിലും നോക്കണ്ടേന്നൊക്കെ രവിയും പറയുന്നുണ്ട്. സച്ചി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും അവര് സമ്മതിച്ചില്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ഉറച്ച തീരുമാനം എടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ സങ്കടം വരുവാണോ ദേഷ്യം വരുവാണോ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണേ. ഈ സമയം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ പുറത്തു പോയി നിന്ന് മുടിയൊക്കെ ഇങ്ങനെ ചീകിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോഴേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി മീൻ വെട്ടുകയാണോ? കൊള്ളാലോ, ഇതെങ്ങനെ ചേച്ചി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ ഓടി വരുന്നുണ്ട്. അപ്പോഴേക്ക് പെട്ടെന്ന് തന്നെ രേവതി അമ്മ അവിടെ നിൽക്കുന്നു എന്നിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. കൊള്ളാമല്ലോ, ആൻറ്റി മുടിയൊക്കെ അഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ആ മുടിയിൽ കുറച്ച് ഡെക്കറേഷനും കൂടി ആയാലോ രേവതി ചേച്ചി, നല്ല ഭംഗിയാവില്ലെന്ന് ചോദിക്കുകയാണേ.
അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, പക്ഷേ നീ എന്താ പറയുന്നത്? അതെ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ മീൻവെള്ളം എടുത്തങ്ങ് ആന്റിയുടെ തലയിലേക്ക് അങ്ങ് ഒഴിക്ക്. എന്നിട്ടേ കണ്ടില്ല, അവിടെ നിൽക്കുന്ന കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണേ. അപ്പോഴേക്കും അയ്യോ പക്ഷേ അത് മീൻവെള്ളമല്ലേ, പാവമുണ്ട് അമ്മ, അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറയണേ. അതെ, ഇവരത്രയ്ക്ക് പാവമൊന്നും അല്ലെന്ന് ഇനി രേവതി ചേച്ചിക്ക് മനസ്സിലായില്ലേ? രേവതി ചേച്ചിക്ക് വയ്യെങ്കിലേ ഇങ്ങോട്ടേക്ക് ഞാൻ കാണിക്കാന്നും പറഞ്ഞിട്ട് വർഷയാണെങ്കിൽ ആ വെള്ളം എടുത്തിട്ട് പുറത്ത് നിൽക്കുന്ന ചന്ദ്രമതിയുടെ തലയിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. അയ്യോ അമ്മേ ചേ എന്താന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കുന്ന സമയത്ത് വർഷ അവിടെ നിന്ന് തന്നെ ഓടി അങ്ങ് പോകുന്നുണ്ട്, പാത്രം രേവതിയുടെ കൊടുത്തിട്ടോ. ചന്ദ്രമതി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ രേവതി മീൻപാത്രം പിടിച്ചിട്ട് നിൽക്കുന്നതാണല്ലോ കാണുന്നത്. എടി പൂക്കാരി, നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? ഞാനേ മീൻ വെട്ടി കറി വെക്കണമെന്ന് പറഞ്ഞ ദേഷ്യത്തിനല്ലേ എടി നീ ഇത് ചെയ്തേന്ന് ചോദിക്കാനേ. അയ്യോ അമ്മേ, അമ്മ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല, ഞാൻ വെള്ളം അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി രേവതി നിൽക്കുകയാണേ. അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്നിട്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ. സച്ചിയും രവിയും എല്ലാവരും അങ്ങ് ചിരിച്ചു പോകുന്നുണ്ട്. ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തില് ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ നിങ്ങൾ രേവതിയുടെ നേരെ ഒച്ച വയ്ക്കണ്ട, മീൻവെള്ളം ഒഴിക്കുന്നിടത്ത് പോയി മുടി അഴിച്ചിട്ടുകൊണ്ട് നിൽക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. അങ്ങനെ ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.